എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരെല്ലാമായിരുന്നു? നാനാ സാഹിബ്, ഝാൻസി റാണി, ജനറൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. തന്നിരിക്കുന്നവരിൽ 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ ബി 3ഉം 4ഉം. ജനറൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ എന്നിവരാണ് 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. നാനാ സാഹിബ് കാൺപൂരും ഝാൻസി റാണി ഝാൻസി എന്ന പ്രദേശത്തുമായിരുന്നു കലാപത്തിന് നേതൃത്വം കൊടുത്തത്. പ്രത്യേകമായ കൃഷിരീതികളാൽ ശ്രദ്ധേയമായതും കായൽ നിലങ്ങളെപ്പോലെ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതുമായ കേരളത്തിലെ കോൾ നിലങ്ങൾ പ്രധാനമായും കാണപ്പെടുന്ന ജില്ല. പ്രത്യേകമായ കൃഷിരീതികളാൽ ശ്രദ്ധേയമായതും കായൽ നിലങ്ങളെപ്പോലെ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതുമായ കേരളത്തിലെ കോൾ നിലങ്ങൾ പ്രധാനമായും കാണപ്പെടുന്ന ജില്ല. ഓപ്ഷൻ ഡി തൃശൂർ. പ്രത്യേകമായ കൃഷിരീതികളാൽ ശ്രദ്ധേയമായതും കായൽ നിലങ്ങളെപ്പോലെ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതുമായ കേരളത്തിലെ കോൾ നിലങ്ങൾ പ്രധാനമായും തൃശൂർ ജില്ലയിലാണ് ഉള്ളത്. തെറ്റായ പ്രസ്താവന ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. RBIയുടെ ആദ്യ ഗവർണർ ജെയിംസ് ബ്രെഡ് ടൈലർ. RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ്. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനയാണ് തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലാണ്. RBIയുടെ ആദ്യ ഗവർണറായിരുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ഗ്രാമത്തിലാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. വൈക്കം സത്യാഗ്രഹത്തിലായിരുന്നു മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കുമാരനാശാൻ പല്ലണിയാറ്റിലെ ബോട്ട് അപകടത്തിലാണ് മരണപ്പെട്ടത്. SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് കുമാരനാശാൻ. വീണപൂ എന്ന ഖണ്ഡകാവ്യം രചിച്ചത് കുമാരനാശാനാണ്. പ്രാചീന കവികളിൽ ഉൾപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. കുമാരനാശാൻ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ എന്നിവരാണ് ആധുനിക കവിത്രയങ്ങൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റാബി വിളകളിൽ ഏറ്റവും മുഖ്യമായത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? നെല്ല്, ഗോതമ്പ്, ചോളം, പരുത്തി. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റാബി വിളകളിൽ ഏറ്റവും മുഖ്യമായത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ബി ഗോതമ്പ്. നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഗോതമ്പാണ്. റാബി വിളകൾ ശൈത്യകാലത്ത്, അതായത് ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ വിതച്ച് വസന്തകാലത്ത് മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ. ഇന്ത്യയിൽ റാബി സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ബാർലി, കടക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയും റാബി വിളകളാണ്. ഖാരിഫ് വിളകൾ മൺസൂൺ കാലത്ത് കൃഷി ചെയ്യുന്നവയാണ്. നെല്ല്, ചോളം, പരുത്തി എന്നിവ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ CR 450 മാതൃക വിജയകരമായി അവതരിപ്പിച്ച രാജ്യം ഏതാണ്? മണിക്കൂറിൽ
450 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന അതിവേഗ ബുള്ളറ്റ് ട്രെയിനിൻ്റെ മാതൃക വിജയകരമായി അവതരിപ്പിച്ച രാജ്യം? ഓപ്ഷൻ സി ചൈന. മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ CR450 മാതൃക വിജയകരമായി അവതരിപ്പിച്ച രാജ്യം ചൈനയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികൾ പെനിൻസുലാർ റിവേഴ്സിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ ഡി ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. വലിപ്പത്തിലും നീളത്തിലും ഗംഗ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായതിനാൽ ഇതിനെ ദക്ഷിണ ഗംഗ എന്നും വൃദ്ധഗംഗ എന്നും വിളിക്കുന്നു. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഈ സമ്പ്രദായത്തിലെ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. തന്നിരിക്കുന്നവയിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ ഓൺലി 1 and 3. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. വോട്ടും സീറ്റും ആനുപാതികമായി ലഭിക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ വോട്ട് വിഹിതവും സീറ്റുകളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായവും സൗജന്യ ചികിത്സയും ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. GSTയെ സംബന്ധിച്ച് ശരിയായ ജോഡികൾ കണ്ടെത്തുക. GSTയുടെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നടപ്പിലാക്കിയത്. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. തന്നിരിക്കുന്നവയിൽ GSTയെ സംബന്ധിച്ച് ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി എയും സിയുമാണ് ശരിയായ ജോഡികൾ. GST പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. 2017 ജൂലൈ 1-നാണ് GST നിയമം നിലവിൽ വന്നത്. GST നടപ്പിലാക്കിയത് 101-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയായിരുന്നു. GST ഒരു പരോക്ഷ നികുതി കൂടിയാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. തന്നിരിക്കുന്നവയിൽ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ സി മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈയാണ്. പരുത്തി വസ്ത്രനിർമ്മാണശാലകളുടെ വലിയ കേന്ദ്രമായതിനാലാണ് മുംബൈക്ക് ഈ പേര് ലഭിച്ചത്. കറുത്ത മണ്ണ് ലഭ്യമായ പ്രദേശം അടുത്തായതിനാലും പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയും തുറമുഖ സൗകര്യവും ഉള്ളതിനാലും മുംബൈ ഇന്ത്യയുടെ പരുത്തി വ്യവസായത്തിൻ്റെ തലസ്ഥാനമായി മാറി. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 11. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11ആണ്. കേരളത്തിലെ ആകെ 44 നദികളിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. ഇതിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള 11 നദികൾ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, ചാലക്കുടിപ്പുഴ, കടലുണ്ടിപ്പുഴ, അച്ചൻകോവിലാർ, കല്ലടയാർ, മൂവാറ്റുപുഴയാർ, വളപട്ടണം പുഴ, ചന്ദ്രഗിരിപ്പുഴ എന്നിവയാണ്. ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഇവയിൽ ഏത് രാജ്യങ്ങളായിരുന്നു?
തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഏത് രാജ്യങ്ങളായിരുന്നു? ഓപ്ഷൻ സി, ഇംഗ്ലണ്ടും ഫ്രാൻസും. ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പ്രധാനമായും പങ്കാളികളായത് ഇംഗ്ലണ്ടും ഫ്രാൻസുമായിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന 3 യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധം 1744 മുതൽ 1748 വരെ എക്സ്ലാ ഷാപ്പേൽ എന്ന ഉടമ്പടിയോടെ അവസാനിച്ചു. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 1754 വരെ പോണ്ടിച്ചേരി ഉടമ്പടിയോടെ അവസാനിച്ചു. മൂന്നാം കർണാട്ടിക് യുദ്ധം 1756 മുതൽ 1763 വരെ പാരീസ് ഉടമ്പടിയോടെ അവസാനിച്ചു. ഈ യുദ്ധത്തോടെ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ സ്വാധീനം ഏതാണ്ട് അവസാനിക്കുകയും ബ്രിട്ടീഷുകാർ ശക്തരാവുകയും ചെയ്തു. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A പ്രകാരമാണ് വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി അംഗീകരിക്കപ്പെട്ടത്. ഇത് ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിൻ്റെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാർലമെൻറ്റ് പാസാക്കി. 2010 ഏപ്രിൽ 1 മുതലാണ് ഈ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്? ഓപ്ഷൻ എ, ഹരിത വിപ്ലവം. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ ആയിരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഉയർന്ന വിളവ് തരുന്ന വിത്തിനങ്ങളും ആധുനിക കൃഷിരീതികളും ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനം, പ്രത്യേകിച്ച് ഗോതമ്പ്, നെല്ല് എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ, ഇടനാട്. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഇടനാടാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നു. ഇതിൽ ഇടനാടിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ വിളവൈവിധ്യം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയും ആദ്യ വനിതയും. തന്നിരിക്കുന്നവരിൽ IOA ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയും ആദ്യ വനിതയും ആരാണ്? ഓപ്ഷൻ സി, PT ഉഷ. IOAയുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയും ആദ്യത്തെ വനിതയുമാണ് PT ഉഷ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളായ ലോമികകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? തന്നിരിക്കുന്നവരിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളായ ലോമികകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി, മാർസെല്ലോ മാൽപിജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളായ ലോമികകൾ, കാപ്പിലറീസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനായിരുന്നു മാർസെല്ലോ മാൽപിജി. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പദ്ധതിയുടെ പേരെന്താണ്? തന്നിരിക്കുന്നവയിൽ
വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ സുരക്ഷാമിത്രം. സുരക്ഷാമിത്രം എന്ന പദ്ധതിയാണ് വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പദ്ധതി. കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവപ്പട്ട തോട്ടങ്ങളിൽ ഒന്ന് വികസിപ്പിച്ചെടുത്ത യൂറോപ്യൻ ആരാണ്? തന്നിരിക്കുന്നവരിൽ കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവപ്പട്ട സിന്നമൺ തോട്ടങ്ങളിൽ ഒന്ന് വികസിപ്പിച്ചെടുത്ത യൂറോപ്യൻ ആരാണ്? ഓപ്ഷൻ ഡി മാർഡോക് ബ്രൗൺ. കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവപ്പട്ട തോട്ടങ്ങളിൽ ഒന്ന് വികസിപ്പിച്ചെടുത്ത യൂറോപ്യൻ മാർഡോക് ബ്രൗൺ ആയിരുന്നു. 1797 ഈ എസ്റ്റേറ്റ് സ്ഥാപിതമായത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെയാണ് മാർഡോക് ബ്രൗൺ ഇത് വികസിപ്പിച്ചത്. കേരളത്തിൽ ആദ്യത്തെ ആധുനിക പ്ലാന്റേഷനായി ഇത് കണക്കാക്കപ്പെടുന്നു. കറുവപ്പട്ടയ്ക്ക് പുറമെ കാപ്പി, കുരുമുളക്, ജാതിക്ക എന്നിവയും ഇവിടെ കൃഷി ചെയ്തിരുന്നു. തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനം ഏതാണ്? തന്നിരിക്കുന്നവയിൽ തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ബി ലോകബാങ്ക്. തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനമാണ് ലോകബാങ്ക്, വേൾഡ് ബാങ്ക്. വികസ്വര രാജ്യങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നതിനായി ലോകബാങ്ക് ഗ്രൂപ്പ് ആരംഭിച്ച ഒരു പ്രത്യേക വിഭാഗമാണിത്. സാധാരണയായി ലോകബാങ്ക് IBRD നൽകുന്ന വായ്പകളേക്കാൾ കുറഞ്ഞ പലിശയും എന്നാൽ ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ IDA നൽകുന്ന പലിശരഹിത വായ്പകളേക്കാൾ ഉയർന്ന പലിശയും ഇതിനുണ്ടാകും. അതായത് ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു മൂന്നാം വാതിലായി ഇത് പ്രവർത്തിക്കുന്നു. ദരിദ്ര രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നതിനും അവരുടെ വികസന പദ്ധതികൾക്ക് പണം ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപീകരിച്ചത്. ഭൂമിയുടെ അന്തരീക്ഷപാളിയെ അതിൻ്റെ ഉപരിതലത്തോട് ചേർത്ത് പിടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ബലം ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷപാളിയെ അതിൻ്റെ ഉപരിതലത്തോട് ചേർത്ത് പിടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ബലം ഏതാണ്? ഓപ്ഷൻ സി ഗുരുത്വാകർഷണ ബലം. ഭൂമിയുടെ അന്തരീക്ഷപാളിയെ അതിൻ്റെ ഉപരിതലത്തോട് ചേർത്ത് പിടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ബലം ഗുരുത്വാകർഷണ ബലമാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഭൂമിക്ക് പിണ്ഡം, മാസ് കാരണമുണ്ടാകുന്ന ആകർഷണ ബലമാണിത്. അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളെ ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടാൻ അനുവദിക്കാതെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്ന ബലമാണിത്. ഈ ബലം ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിക്ക് അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നില്ല. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ച ഇന്ത്യൻ ചിത്രകാരൻ ആരാണ്? ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ച ഇന്ത്യൻ ചിത്രകാരൻ ആരാണ്? ഓപ്ഷൻ സി SH റാസ. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ച പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരനാണ് SH റാസ. റാസയുടെ ചിത്രകലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ബിന്ദു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തെയും ഊർജത്തിൻ്റെ ഉറവിടത്തെയുമാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ജാമിതീയ രൂപങ്ങളും ഗഹനമായ വർണ്ണങ്ങളും ഉപയോഗിച്ചുള്ള അബ്സ്ട്രാക്റ്റ് ശൈലിയാണ് ഇദ്ദേഹത്തിൻ്റേത്. മഞ്ഞ് തിന്നുന്നവൻ, സ്നോ ഈറ്റർ എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന കാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇത് മെഡിറ്ററേനിയൻ തീരത്തേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ഇത് തെക്കൻ ഫ്രാൻസിൽ വീശുന്ന തണുത്ത കാറ്റാണ്. ഈ കാറ്റ് റോക്കി പർവ്വതനിരകളിൽ വീശുകയും മഞ്ഞുരുക്കി കാലാവസ്ഥ ചൂടാക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണയായി മരുഭൂമിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന വരണ്ട കാറ്റാണ്. മഞ്ഞ് തിന്നുന്നവൻ എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന കാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി. ഈ കാറ്റ് റോക്കി പർവ്വതനിരകളിൽ വീശുകയും മഞ്ഞുരുക്കി കാലാവസ്ഥ ചൂടാക്കുകയും ചെയ്യുന്നു. വടക്കേ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻ ഭാഷയിൽ ചിനൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞ് തിന്നുന്നവൻ എന്നാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരകളുടെ കിഴക്കൻ ചെരുവുകളിലൂടെ താഴേക്ക് വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണിത്. പർവ്വതത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീശുമ്പോൾ മർദ്ദം കൂടുന്നതിനാലാണ് ഈ കാറ്റ് ചൂടുള്ളതായി മാറുന്നത്.
ഒരേ മൂലകത്തിൻ്റെ തന്നെ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾ. ഒരേ മൂലകത്തിൻ്റെ തന്നെ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഐസോടോപ്പുകൾ. ഒരേ മൂലകത്തിൻ്റെ തന്നെ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. ഒരേ മൂലകത്തിൻ്റെ തന്നെ ആറ്റങ്ങളായിരിക്കും ഇവ. ഇതിൽ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക നമ്പർ തുല്യമായിരിക്കും, എന്നാൽ ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നതിനാൽ മാസ് നമ്പർ വ്യത്യാസമായിരിക്കും. ഐസോബാറുകൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. ഇവയ്ക്ക് ഒരേ മാസ് നമ്പറും എന്നാൽ വ്യത്യസ്ത അറ്റോമിക നമ്പറും ആയിരിക്കും. ഐസോട്ടോണുകൾ വ്യത്യസ്ത മൂലകങ്ങളാണെങ്കിലും ഇവയുടെ ആറ്റങ്ങളിൽ ഒരേ എണ്ണം ന്യൂട്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ആരാണ്? തന്നിരിക്കുന്നവരിൽ മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ആരാണ്? ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർബന്ധമാണെന്ന് ആധുനിക ശാസ്ത്രീയ വീക്ഷണത്തിലൂടെ തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. 1808 ജോൺ ഡാൾട്ടൺ തൻ്റെ പ്രശസ്തമായ അറ്റോമിക സിദ്ധാന്തം അറ്റോമിക് തിയറി അവതരിപ്പിച്ചത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ എന്നറിയപ്പെടുന്ന വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണികളാൽ നിർമ്മിതമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഒരേ ഗുണമുള്ളവയും വ്യത്യസ്ത മൂലകങ്ങളുടേത് വ്യത്യസ്ത ഗുണങ്ങളുള്ളവയാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ്. അദ്ദേഹം പ്ലം പുഡിംഗ് മോഡലും അവതരിപ്പിച്ചിട്ടുണ്ട്. റൂദർഫോർഡ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തുകയും സൗരയൂഥ മാതൃകയും അവതരിപ്പിച്ചു. ചാഡ്വിക് ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ്. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. തന്നിരിക്കുന്ന ശിലകളിൽ ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓപ്ഷൻ സി ആഗ്നേയ ശിലകൾ. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആഗ്നേയ ശിലകളെയാണ്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ഉരുകിയ ശിലാദ്രവം മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ഭൂമിയിൽ ആദ്യമായി രൂപം കൊണ്ട ശിലകളാണിവ. മറ്റെല്ലാ ശിലകളും, അതായത് അവസാദ ശിലകളും കായാന്തരിത ശിലകളും നേരിട്ടോ അല്ലാതെയോ ആഗ്നേയ ശിലകളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതിനാൽ ഇവയെ പ്രാഥമിക ശിലകൾ എന്നും വിളിക്കുന്നു. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം ഏതാണ്? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉടൻ തന്നെ 1947 ഇത് ആരംഭിച്ചത്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച ശേഷം 1951 ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് 1955 ഇത് ആരംഭിച്ചു. 1960 കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച ശേഷം 1951 ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1950 മാർച്ച് 15 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. ഇതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെയായിരുന്നു. ഹാരോഡ് ഡോമർ മോഡലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇത്. കാർഷിക മേഖലയ്ക്കായിരുന്നു ഇതിൽ മുൻഗണന നൽകിയിരുന്നത്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം. തന്നിരിക്കുന്നവയിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി ECG. ഹൃദയത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനുമുള്ള ഉപകരണമാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഹൃദയപേശികൾ സങ്കോചിക്കുമ്പോഴും വികസിക്കുമ്പോഴും ഉണ്ടാകുന്ന വൈദ്യുത വ്യതിയാനങ്ങൾ രേഖപ്പെടുത്തുന്ന രീതിയാണിത്. സ്ഫിഗ്മോ മാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ സി വിസരണം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം വിസരണമാണ്. സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ വായുവിലെ തന്മാത്രകളിലും പൊടിപടലങ്ങളിലും തട്ടി എല്ലാ ദിശകളിലേക്കും ചിതറിക്കപ്പെടുന്നു. ഇതിനെയാണ് വിസരണം എന്ന് വിളിക്കുന്നത്.
ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം തന്നിരിക്കുന്നവയിൽ ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം ഏതാണ്? ഓപ്ഷൻ എ സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിൽ ദേശീയോദ്യാനമായി നാഷണൽ പാർക്കായി സംരക്ഷിക്കപ്പെടുന്ന നിത്യഹരിതവനം സൈലന്റ് വാലിയാണ്. 1984 ഇതിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ പ്രധാന വാസസ്ഥലം ആണിത്. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഗോത്ര സംസ്കാരത്തിന് പേരുകേട്ട വയനാട്, ശബരിമല തീർത്ഥാടനത്തിന് പ്രാധാന്യമുള്ള പത്തനംതിട്ട, തെക്കൻ ജില്ലകളിൽ നിന്നുള്ള കുടിയേറ്റം കൊണ്ട് പ്രസിദ്ധമായ ഇടുക്കി, സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ്. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി തെക്കൻ ജില്ലകളിൽ നിന്നുള്ള കുടിയേറ്റം കൊണ്ട് പ്രസിദ്ധമായ ഇടുക്കി. ഇടുക്കിയാണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി അസം. ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അസമാണ്. അസമിലെ തുംസുകിയ, ദിബ്രുഗഡ് ജില്ലകളിലായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ബ്രഹ്മപുത്ര, ലോഹിത് നദികൾ ഇതിൻ്റെ അതിരുകളിലൂടെയാണ് ഒഴുകുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വെള്ളച്ചിറകുള്ള മരത്താറാവുകളുടെ വൈറ്റ് വിങ്ഡ് വുഡക്സിൻ്റെ പ്രധാന ആവാസ കേന്ദ്രമാണിത്. 1997 ഇതിനെ ഇന്ത്യയിലെ ഒരു ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചത്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ, തെക്കോട്ടൊഴുകുന്ന പ്രധാന നദിയായ പമ്പ, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴ, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയായ ചാലക്കുടി പുഴ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നൈൽ എന്ന് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉദ്ഭവിക്കുന്നത്. നിള, പേരാർ എന്നീ പേരുകളിലും ഭാരതപ്പുഴ അറിയപ്പെടാറുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി അഹമ്മദാബാദ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ ISROയുടെ കീഴിൽ സ്വയം ഭരണാധികാരമുള്ള ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി PRLൻ്റെ ആസ്ഥാനം അഹമ്മദാബാദിലാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ വിക്രം സാരാഭായി ആണ് 1947 ഇത് സ്ഥാപിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ തൊട്ടിൽ, ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസസ് ഇൻ ഇന്ത്യ എന്നാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻ എ ജനുവരി 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി 16. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരംഭകരെ ആദരിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. 2016 ജനുവരി 16 ഭാരത സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആ തീയതിയുടെ സ്മരണാർത്ഥമാണ് ജനുവരി 16 തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപവത്കരിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപവത്കരിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി കേരളം. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപവത്കരിച്ച സംസ്ഥാനം കേരളമാണ്. 2008 കേരള സർക്കാർ ഔദ്യോഗികമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ചത്. ഇത്തരമൊരു നയം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം.
മാറാരോഗങ്ങൾ ബാധിച്ചവർക്കും കിടപ്പിലായ രോഗികൾക്കും വീടുകളിൽ ചെന്ന് പരിചരണവും മാനസിക പിന്തുണയും ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ് അഥവാ രൂപാന്തരം. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ് ഏതാണ്? ഓപ്ഷൻ സി ഗ്രാഫീൻ. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പാണ് ഗ്രാഫീൻ. പ്രകൃതിയിലെ ഏറ്റവും ബലമുള്ള പദാർത്ഥങ്ങളിൽ ഒന്നാണിത്. സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് കൂടുതൽ ബലമുണ്ടെങ്കിലും ഇത് വളരെ ഭാരം കുറഞ്ഞതും സുതാര്യവുമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏതാണ്? ഓപ്ഷൻ എ ഗാന്ധി ഇർവിൻ ഉടമ്പടി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഉപ്പു സത്യാഗ്രഹത്തോടെ ആരംഭിച്ച സിവിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തമായപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ പ്രതിസന്ധിയിലായി. ഇത് പരിഹരിക്കാനായി അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവും മഹാത്മാഗാന്ധിയും തമ്മിൽ ലണ്ടനിൽ വെച്ച് നടന്ന ചർച്ചകളുടെ ഫലമായാണ് 1931 മാർച്ച് 5 ഈ ഉടമ്പടി ഒപ്പിട്ടത്. ഈ ഉടമ്പടിയിലെ പ്രധാന നിബന്ധനകൾ കോൺഗ്രസ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുക, ലണ്ടനിൽ നടക്കുന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുക, അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടാത്ത രാഷ്ട്രീയ തടവുകാരെ സർക്കാർ മോചിപ്പിക്കുക, തീരദേശവാസികൾക്ക് സ്വന്തം ആവശ്യത്തിനായി ഉപ്പ് നിർമ്മിക്കാൻ അനുവാദം നൽകുക എന്നിവ ആയിരുന്നു. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ എ കുടൽ. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം കുടലാണ്. കോളറ വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയ മൂലമാണ് ഈ രോഗമുണ്ടാകുന്നത്. ഇത് ചെറുകുടലിനെയാണ് ബാധിക്കുന്നത്. ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയ കുടലിലെ കോശങ്ങളെയാണ് ആക്രമിക്കുന്നത്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വൈന്തല ഏത് നദിയിലാണ്? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വൈന്തല ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി ചാലക്കുടി. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വൈന്തല സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലുള്ള വൈന്തല എന്ന സ്ഥലത്താണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി പുഴയുടെ ഗതിയിൽ വന്ന മാറ്റം മൂലം പുഴയിൽ നിന്നും വേർപെട്ടു പോയ ഒരു ഭാഗമാണിത്. വർഷങ്ങൾക്ക് മുൻപ് പുഴ വളഞ്ഞൊഴുകിയിരുന്ന ഭാഗം പിന്നീട് നേരെയാവുകയും പഴയ വളവ് പുഴയിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു തടാകമായി മാറുകയും ചെയ്തു. മത്സ്യഫെഡിന്റെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? മത്സ്യഫെഡിന്റെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ്. മത്സ്യഫെഡിന്റെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് എന്നതാണ്. 1984 ഇത് സ്ഥാപിതമായത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണിത്. തിരുവനന്തപുരത്തെ വികാസ് ഭവനിലാണ് മത്സ്യഫെഡിന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. തവളക്കണ്ണൻ എന്നത് ഏത് കാർഷിക വിളയുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്? തവളക്കണ്ണൻ എന്നത് ഏത് കാർഷിക വിളയുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്? ഓപ്ഷൻ എ നെല്ല്. തവളക്കണ്ണൻ എന്നത് നെല്ലിൻ്റെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന ഇനമാണ്. കേരളത്തിലെ തനതായ ഒരു പരമ്പരാഗത നെല്ലിനമാണിത്. പ്രധാനമായും പാലക്കാട് ജില്ലയിലാണ് ഇത് കൂടുതലായി കൃഷി ചെയ്യുന്നത്. ഗംഗാനദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനായി 1986 പശ്ചിമബംഗാളിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ട് ഏതാണ്? ഗംഗാനദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനായി 1986 പശ്ചിമ ബംഗാളിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ട് ഏതാണ്? ഓപ്ഷൻ സി ഫറാക്ക. ഗംഗാനദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനായി പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച അണക്കെട്ടാണ് ഫറാക്ക. കൊൽക്കത്ത തുറമുഖത്തിന്റെ പ്രവർത്തനത്തിനാവശ്യമായ ജലം ഹൂഗ്ലി നദിയിലേക്ക് തിരിച്ചുവിടുന്നതിനും കപ്പൽ ഗതാഗതത്തിന് തടസ്സമാകുന്ന എക്കൽ അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുന്നതിനുമാണ് ഇത് നിർമ്മിച്ചത്.
പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആനയെ ദേശീയ പൈതൃക ജീവിയായി അംഗീകരിച്ചത് ഏതു വർഷമാണ്? ആനയെ ദേശീയ പൈതൃക ജീവിയായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി 2010. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി നാഷണൽ ഹെറിറ്റേജ് അനിമലായി അംഗീകരിച്ചത് 2010 ഏഷ്യൻ ആനകളുടെ സംരക്ഷണം ഉറപ്പാക്കുക, അവയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുക, ആനകളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുക എന്നിവയായിരുന്നു ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ. ജലസേചനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ആരംഭിച്ച ദാമൻ ഗംഗ പദ്ധതി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജലസേചനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ആരംഭിച്ച ദാമൻ ഗംഗ പദ്ധതി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഗുജറാത്ത്. ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനുമായി ആരംഭിച്ച ദാമൻ ഗംഗ പദ്ധതി ഗുജറാത്ത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ വൽസാദ് ജില്ലയിലാണ് ഈ മൾട്ടിപർപ്പസ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായ പ്രധാന അണക്കെട്ടാണ് മധുബൻ ഡാം. ആസ്ത്മ, സന്ധിവാതം തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നതും അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഹോർമോൺ തന്നിരിക്കുന്നവയിൽ ആസ്മ, സന്ധിവാതം തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നതും അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ ഡി കോർട്ടിസോൾ. ആസ്മ, സന്ധിവാതം തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നതും അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഹോർമോണാണ് കോർട്ടിസോൾ. വൃക്കകൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായ അഡ്രിനൽ കോർട്ടക്സിൽ നിന്നാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മാനസികമോ ശാരീരികമായ സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശരീരം പ്രതികരിക്കാൻ സഹായിക്കുന്നതിനാൽ ഇതിനെ സ്ട്രെസ് ഹോർമോൺ എന്നും വിളിക്കാറുണ്ട്. ചന്ദ്രഗിരിക്കോട്ട കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചന്ദ്രഗിരിക്കോട്ട കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കാസർഗോഡ്. ചന്ദ്രഗിരിക്കോട്ട കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേക്കലിനടുത്തുള്ള ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പ നായിക്കാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഇന്ത്യയിൽ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുകയും ഈ വിഭാഗം ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് തന്നിരിക്കുന്നവരിൽ ഇന്ത്യയിൽ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുകയും ഈ വിഭാഗം ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ജ്യോതിറാവു ഫുലെ. ഇന്ത്യയിൽ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുകയും ഈ വിഭാഗം ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫുലെ. 19-ാം നൂറ്റാണ്ടിൽ ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സൂചിപ്പിക്കാൻ ദളിത് തകർക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്ന പദം അദ്ദേഹം ഉപയോഗിച്ചു. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പോരാടുന്നതിനായി 1873 അദ്ദേഹം സത്യശോധക് സമാജ് സ്ഥാപിക്കുകയും ചെയ്തു. താഴ്ന്ന ജാതിയിലുള്ളവർക്കും സ്ത്രീകൾക്കുമായി അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് അല്ലെങ്കിൽ പുസ്തകമാണ് ഗുലാംഗിരി. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.